ആദ്യം ശ്രീ ലിബർട്ടി ബഷീർ, ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെയാണല്ലോ വന്നത്. അത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനാണ് പറഞ്ഞത്. അമ്മയിൽ നിന്ന് ചിലർ സമീപിച്ചിട്ടുണ്ട് ഫെഫ്കയെ. അതൊരു തൊഴിലാളി സംഘടനയുടെ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അമ്മയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളിലൂടെ? മഞ്ജുഷേ, ആദ്യമായി ഞാൻ ഒരു കാര്യം പറയാം. ഈ ബി ഉണ്ണികൃഷ്ണന്റെ ഇന്നത്തെ മനോരമയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ഇത് പറയാന്ന് ഹേമ കമ്മീഷനിൽ ഫെഫ്കയും ഒരു സംഘടനയും വിളിച്ചിട്ടാണ്. ഫെഫ്ക, അമ്മ, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഒരു സംഘടനയും വിളിച്ചിട്ടില്ല. അവർക്ക് വേണ്ടപ്പെട്ട മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ അവിടെ ഫെഫ്കയിൽ ഹേമ കമ്മീഷനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയ സമയത്ത് വെയിറ്റിംഗിൽ കാത്തു നിൽക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി. ബി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയല്ല, ഫെഫ്കന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു സംഘടനയിൽ നിന്ന് ഫുൾ ജനറൽ സെക്രട്ടറി പ്രസിഡന്റും പോയല്ലാണ്ട് അങ്ങനെ എല്ലാ മെമ്പർമാരും പോകണമെന്നില്ല. അതുപോലെ തന്നെ പിന്നെ ചേംബറിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനെ വിളിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെ വിളിച്ചിട്ടുണ്ട്. അവർ വിളിക്കാത്ത സംഘടനയിൽ ഒരു കുട്ടി പോലും ഇല്ല. എല്ലാ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആദ്യം ഒരു പത്രപരസ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ്. അതായത് ഹേമ കമ്മിറ്റിയിൽ ഇങ്ങനെ തെളിവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ വരിക എന്ന് പറഞ്ഞ് പത്രപരസ്യം ഉണ്ടായിരുന്നു. അതങ്ങനെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ ഈ സംഘടനകൾക്ക് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ബി ഉണ്ണികൃഷ്ണൻ അവിടെ പോയി തെളിവ് നൽകിയതാണ്. അത് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ തെളിവ് കൊടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ഈ ഹേമ കമ്മിറ്റി മുൻപാകെ ഞങ്ങളുടെ എല്ലാ ഭാരവാഹികളെയും വിളിക്കണം, അവരുടെ അഭിപ്രായം കൂടി. അതായത് ഈ ഫെഫ്കയിൽ നിരവധി യൂണിയനുകൾ ഉണ്ടല്ലോ, ആ യൂണിയനുകളുടെ എല്ലാം ജനറൽ സെക്രട്ടറിമാരെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു, അവരുടെ ഭാരവാഹികളെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുകയാണ്. പിന്നെ WCC ഒരു എന്താണ് ഈ ചോദ്യാവലി WCCക്ക് കൊടുത്തു, പക്ഷേ അത് ഞങ്ങൾ സംഘടനകൾക്ക് തന്നില്ല, ഞങ്ങളുമായി ഡിസ്കസ് ചെയ്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റിക്ക് എതിരെ പറഞ്ഞത്. പക്ഷെ ഒരു പഠിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ചെയ്തത് ഒളിച്ചോടലാണല്ലോ അവിടെ നടന്നത്. അതിനിടെയാണ് ഇങ്ങനെ അമ്മയിൽ നിന്ന് കുറേയേറെ പേർ ഈ രീതിയിൽ ഈ ഫെഫ്കയെ പോലെ തൊഴിലാളി സംഘടനയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ആകെ ഒരു ആശയക്കുഴപ്പമാണോ ഉള്ളത് ഇപ്പോൾ? മഞ്ജുഷ, ഒരു കാര്യം നേരത്തെ കാര്യത്തിൽ വിശദീകരണം തന്ന് അത് തെറ്റായിട്ടുള്ള ഒരു പ്രചരണം മാത്രമെന്ന് ഈ ബി ഉണ്ണികൃഷ്ണൻ കൊടുത്തു എന്നുള്ളത് ഏതാനും ജനങ്ങൾ അറിയട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു സംഘടനയില്ല, ഹേമ കമ്മീഷനെ വിളിക്കാത്ത ആരുമില്ല. പത്രപ്രവർത്തകനെയും മറ്റേ ഈ ഫോൺ മുഖേനയും നിരന്തരം വിളിച്ചോണ്ടിരുന്നു. നിരന്തരം ഞാൻ തന്നെ 4-5 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. അങ്ങനെ കേരളത്തിലെ എല്ലാ സംഘടനാ നേതാക്കന്മാരെയും അവർ നിരന്തരം വിളിച്ചോണ്ടിരുന്നതിന് അത് സാരമില്ല. അത് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇപ്പോഴത്തെ വിഷയം പിന്നെ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്, ഞാൻ അതിന് വേണ്ടി സത്യാവസ്ഥ ചോദിച്ചപ്പോൾ 4-5 പേര് ബി ഉണ്ണികൃഷ്ണനെയും അതിന്റെ പ്രസിഡന്റായ മറ്റേ സിബി മലയിലും പോയി കണ്ടിന്. 5 പേര് 4-5 പേര് പോയി കണ്ടിന്. ഇങ്ങനെ അഭിപ്രായം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് 20 പേരോളം പോയിട്ട് ഇവിടെ സംഘടന പിളർക്കാൻ പോകുന്ന ഈ അമ്മ എന്ന സംഘടന വിട്ടിട്ട് ട്രേഡ് യൂണിയനിൽ പോകാന്ന്. മഞ്ജുഷ, ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മ എന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടണ തന്നെ 1-2 ലക്ഷം രൂപ കൊടുത്താലും മെമ്പർഷിപ്പ് കിട്ടാത്ത ഒരു സംഘടനയാണ് അമ്മ സംഘടന. അവിടെ ഒറ്റ കാര്യം, അമ്മയിലുള്ള ഒരു മെമ്പർ അഭിനയിക്കണ്ട. അവർക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ഉദ്ഘാടനം മാത്രം മതി അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടി. അതിന് പുറമെ മാസം കൊടുക്കുന്ന ഒരു 5000 രൂപ കൈനീട്ടം പോലെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനത്തെ സംഘടന വിട്ടിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഒരു കൂലിപ്പണി എടുക്കുന്ന അവരെ കൂടെ പോയി എന്നാൽ അവരെ ഇമേജ് എന്തായിരിക്കും ഉണ്ടാകാൻ? അവർ ആ ഉദ്ഘാടനം ആരെ വിളിക്കുമോ, അതിന്റെ വേറൊന്നും കിട്ടുമോ? ഒരു ഒറ്റക്കാര്യം മാത്രം മനസ്സിലാക്കാം. അമ്മയിൽ കിട്ടുന്ന ഒരു ഇമേജ്, അമ്മയിൽ അങ്ങനെ കിട്ടുന്ന ഇമേജ് ആത്മാവിന്റെ ടെലിവിഷനിൽ അഭിനയിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ? അപ്പൊ അത് അമ്മയിൽ അഭിനയിക്കുന്നുണ്ട്. അമ്മയിൽ അങ്ങനെ മാത്രമാണ്. ആരാണ് ഇത്? വെറുതെ ഉണ്ണികൃഷ്ണൻ വെറുതെ പറയുന്നു എന്നുള്ളതാണോ ഇങ്ങനെ? പക്ഷെ അമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണല്ലോ ഇപ്പോൾ. അമ്മയുടെ ഭാരവാഹികളുമായിട്ടും അമ്മയിലെ മുതിർന്ന താരങ്ങളുമായിട്ടും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ബി ഉണ്ണികൃഷ്ണൻ എന്തിന് ഇങ്ങനെ ഒരു കള്ളം പറയണം? മഞ്ജുഷേ, ഈ ഇപ്പൊ പഴയ മാതിരി ഇപ്പം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അമ്മയായിട്ടുണ്ട്. 2-3 കാര്യം ഇപ്പൊ ഞാൻ വേറൊരു സമയത്ത് മഞ്ജുഷിനോട് ഞാൻ പറയാം. ഇപ്പം പിന്നെ ബി ഉണ്ണികൃഷ്ണൻ അമ്മയായിട്ട് നല്ല സ്വരത്തിലല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിൽ ഇപ്പം ഉണ്ണികൃഷ്ണൻ അനുഭവം ഉണ്ടായി. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിട്ട് സംഘടന പൊളിച്ചിട്ട് നല്ല ശീലമുള്ള വ്യക്തിയാണ്. ആദ്യം തന്നെ മാക്ട പൊളിച്ചിട്ട് ഫെഫ്ക ഉണ്ടാക്കി.
അതൊന്ന്. രണ്ടാമത് ഈ ഉണ്ണികൃഷ്ണനും ദിലീപും കൂടെ ചേർന്നിട്ട് എന്റെ ഫെഡറേഷൻ വലിയൊരു സംഘടന പൊടിച്ചിട്ട് പിയോക്ക് ഉണ്ടാക്കി. അപ്പൊ നല്ലൊരു പൊടിക്കുന്നതിൽ നല്ല ഒരു എക്സ്പേർട്ട് വ്യക്തിയാണ് വി ഉണ്ണികൃഷ്ണൻ. അപ്പൊ ആ എക്സ്പേർട്ടിനെയാണ് ഇവിടെ ഉപയോഗിക്കാൻ നോക്കുന്നത്. ഒരു വെടി വെച്ചോക്കുന്നതാണ് കൊള്ളുന്നുള്ളത്. അത് ഒരിക്കലും നടക്കില്ല. കാരണം നമുക്കത് ആഗ്രഹമുണ്ട് പൊളിക്കണമെന്നുള്ളത്. എന്റെ കൂടി ഞാൻ ഫെഡറേഷൻ സമയത്ത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു പൊളിക്കാൻ നോക്കിയിട്ട്. പക്ഷെ അത് പാറ പോലെ വസ്തു നിൽക്കുന്ന സംഘടനയാണ്. അതിനൊരു കുട്ടി പത്തോവില്ല നല്ല 100% വെച്ചോ മഞ്ജുഷ. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അത്. താങ്കൾ